ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ ലൂക്കാസ്. കൃഷിമന്ത്രി VS സുനിൽകുമാറിന്റെ തൃശൂരിലെ ഓഫീസിൽ മലയോര സംരക്ഷണ സമിതിയിലെ സ്ത്രീകളുടെ ആത്മഹത്യാ ഭീഷണി സമരം. സ്ത്രീകൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെയിറങ്ങിയത് ജില്ലാ കളക്ടറുമായി നടത്തിയ അനുരഞ്ജന ചർച്ചയെ തുടർന്ന് ക്വാറികളുടെ പട്ടയം റദ്ദാക്കുന്നതിനുള്ള ഹിയറിംഗ് 8-ന് നടത്തുമെന്ന് കളക്ടർ. പട്ടിക്കാട് ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികരായ 2 കോളേജ് വിദ്യാർത്ഥികൾ മരിച്ചു. കേച്ചേരി സ്വദേശികളായ വിഷ്ണു, ദീപക് എന്നിവരാണ് മരിച്ചത്. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ ഉൾപ്പെടെ 4 പേർ പീഡിപ്പിച്ചതായി യുവതിയുടെ വെളിപ്പെടുത്തൽ. പരാതിപ്പെട്ടാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതിയും ഭർത്താവും. പേരാമംഗലം പോലീസ് പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നതെന്നും യുവതി. തുമ്പൂർ കൊച്ചുപോൾ വധക്കേസിൽ പ്രതി കല്ലൂർ മാവിൻചൂട് സ്വദേശി ടോണിക്ക് 40 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും. 40 വർഷത്തെ കഠിന തടവിൽ പ്രതിക്ക് ഇളവ് നൽകരുതെന്നും കോടതി. മുത്തൂറ്റ് ഫിനാൻസ് ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. ജീവനക്കാർക്കെതിരെയുള്ള പ്രതികാര നടപടികളിൽ പ്രതിഷേധിച്ച് CITUവിന്റെ പിന്തുണയോടെയാണ് പ്രക്ഷോഭം. മമ്മിയൂരിൽ വിദേശ വനിതയെ ബഹുനില ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മാണിക്യത്തുപടി ഹരിഹരന്റെ ഭാര്യ റുമേനിയ സ്വദേശിനിയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ആംബുലൻസുകളേറെയും കട്ടപ്പുറത്ത്. കുന്നംകുളത്തെ PWD ഓഫീസിന് മുന്നിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത് 3 റോഡ് റോളറുകൾ. നമസ്കാരം. വാർത്തകൾ വിശദമായി. കൃഷിമന്ത്രി VS സുനിൽകുമാറിന്റെ തൃശൂരിലെ ഓഫീസിൽ മലയോര സംരക്ഷണ സമിതിയിലെ സ്ത്രീകളുടെ ആത്മഹത്യാ ഭീഷണി സമരം. 5 മണിക്കൂറിന് ശേഷം ജില്ലാ കളക്ടറുമായി നടത്തിയ അനുരഞ്ജന ചർച്ചയെ തുടർന്ന് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെയിറങ്ങുവാൻ സ്ത്രീകൾ തയ്യാറായി. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് വലക്കാവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അനധികൃത കരിങ്കൽ ക്വാറികളുടെയും ക്രഷർ യൂണിറ്റുകളുടെയും പട്ടയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മലയോര സംരക്ഷണ സമിതി പ്രവർത്തകർ ആത്മഹത്യാ ഭീഷണിയുമായി കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാറിന്റെ ഓഫീസ് കെട്ടിടത്തിന്റെ മുകളിൽ നിലയുറപ്പിച്ചത്. സമരസമിതി പ്രവർത്തകരായ ശെൽവി, റാണി, മിനി, ഓമന, സുജാത, അൽഫോൺസ എന്നിവരാണ് കെട്ടിടത്തിന്റെ മുകളിൽ നിലയുറപ്പിച്ചത്. ക്വാറികളുടെ പട്ടയം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 മാസം മുമ്പ് നടന്ന ചർച്ചകളിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മലയോര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള വനിതാ പ്രവർത്തകരാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ മന്ത്രിയുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. കുത്തിയിരിപ്പ് സമരം 24 മണിക്കൂർ പിന്നിട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ തുടർ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വ്യാഴാഴ്ച കെട്ടിടത്തിന് മുകളിൽ കയറി നിന്ന് വനിതകൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ചാവ് വേണ്ടെന്ന് വെച്ചാൽ ചാവാന്നാണ് അവർ പറയുന്നത്. ഒരാൾ ചത്താൽ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുമെങ്കിൽ അങ്ങനെയാണല്ലോ. സാധാരണക്കാരായ മനുഷ്യർക്ക് നമുക്ക് ചത്തട്ടല്ലേ കാട്ടിക്കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മരിച്ചിട്ടാണ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുക വെച്ചാൽ അതിന് ഞങ്ങൾ തയ്യാറാണെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഞങ്ങൾ നിരാഹാരം കിടന്നു, ഞങ്ങൾ കുറേയധികം സമരം ചെയ്തു, ഞങ്ങൾ ഇത്രയും കാലം ഇതിൻ്റെ കൂടെയായിരുന്നു. ഇതുവരെ അവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതോടെ സംഭവം അറിഞ്ഞ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. സാമൂഹിക പ്രവർത്തകർ സാറാ ജോസഫും കോർപ്പറേഷൻ കൗൺസിലർ ലാലി ജെയിംസും സമരക്കാരുമായി ആദ്യം ചർച്ച നടത്തിയെങ്കിലും കളക്ടർ സ്ഥലത്തെത്തി അനുകൂല തീരുമാനം അറിയിക്കാതെ താഴെ ഇറങ്ങില്ലെന്ന നിലപാടിൽ സമരക്കാർ ഉറച്ചുനിന്നു. 4:30 ADM CK അനന്തകൃഷ്ണൻ, ACP ഷാഹുൽ ഹമീദ് എന്നിവർ എത്തി സമരക്കാരുമായും മന്ത്രി VS സുനിൽകുമാറുമായി സാറാ ജോസഫ് ഫോണിലും ചർച്ചകൾ നടത്തി. എന്നാൽ തങ്ങൾക്ക് രേഖാമൂലമുള്ള ഉറപ്പ് ലഭിക്കാതെ താഴെ ഇറങ്ങില്ലെന്ന നിലപാടിൽ സമരക്കാർ വീണ്ടും ഉറച്ചു നിൽക്കുകയായിരുന്നു. 6 മണിയോടെ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി സമരക്കാരുമായി 2 മണിക്കൂറോളം നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ആത്മഹത്യാശ്രമം ഉപേക്ഷിച്ച് 6 സ്ത്രീകളും കെട്ടിടത്തിന് താഴെ ഇറങ്ങാൻ തയ്യാറായത്. മലയോര സംരക്ഷണ സമിതിയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് BJP, ആം ആദ്മി പ്രവർത്തകരും മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇതോടെ നിരവധി പേരാണ് മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയത്. CIമാരായ VK രാജു, KC സേതു, SIമാരായ സിന്ധു, ഷിഹാബുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും ഫയർ ഓഫീസർ AL ലാസറിന്റെ നേതൃത്വത്തിൽ അഗ്നിശമന സേനാംഗങ്ങളും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. TCV തൃശൂർ. വലക്കാവിലെ അനധികൃത ക്വാറികളുടെ പട്ടയം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടപടികൾ ഉടൻ നടത്തുമെന്ന് ജില്ലാ കളക്ടർ Dr. A. കൗശികൻ. ഇത് സംബന്ധിച്ച ഹിയറിംഗ് 8-ന് നടത്തുമെന്നും കളക്ടർ പറഞ്ഞു. മന്ത്രിയുടെ ഓഫീസിൽ സമരം നടത്തിയ മലയോര സംരക്ഷണ സമിതി പ്രവർത്തകരുമായി അനുരഞ്ജന ചർച്ച നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ. പട്ടയം റദ്ദാക്കുന്ന കാര്യങ്ങളും എത്രയും വേഗത്തിലാക്കണം. ഇപ്പോൾ കളക്ടറുടെ ഉത്തരവ്
പാലിക്കാൻ തഹസിൽദാർമാർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ എത്രയും വേഗം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹിയറിംഗ് അത് തഹസിൽദാർ ചെയ്യേണ്ട ഹിയറിംഗ് അവർ നടത്തും. പട്ടയം റദ്ദാക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ട് ഒരു ഹിയറിംഗ് നടത്തിയിട്ട് തഹസിൽദാർ അതിൻ്റെ നടപടിയെടുക്കും. ഹിയറിംഗ് പൂർത്തിയാക്കാൻ തഹസീൽദാർക്ക് ഉടൻ നിർദ്ദേശം നൽകും. ഹിയറിംഗ് 8-ന് പൂർത്തിയാക്കി 10 ദിവസത്തിനകം അനധികൃത ക്വാറികളുടെ പട്ടയം റദ്ദാക്കുന്ന നടപടികൾ എടുക്കുമെന്ന് കളക്ടർ പറഞ്ഞു. ക്വാറികൾ പ്രവർത്തിക്കുന്നതിന് വേണ്ട നടപടികൾ വില്ലേജ് ഓഫീസർമാരുടെയോ തഹസീൽദാരുടെയോ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ പുനഃപരിശോധിച്ച് തെറ്റ് തിരുത്തുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. കളക്ടറുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇതിനാലാണ് മന്ത്രിയുടെ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കുന്നതെന്നും സാറ ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. തഹസിൽദാർമാർ അഡീഷണൽ തഹസിൽദാരൊക്കെ പരിശോധിച്ച് സമർപ്പിച്ചിട്ടുള്ള പട്ടയങ്ങളിലെ രേഖകളിലെ തെറ്റുകൾ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ അതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ഒരു സംശയമുണ്ടായിരുന്നത്. തെറ്റായ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ടറെ അടക്കം തെറ്റിദ്ധരിപ്പിച്ച് ക്വാറികളുടെ ഒപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരുപക്ഷെ കളക്ടറുടെ പരിശോധന സഹായിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതേസമയം തങ്ങൾക്ക് അനുകൂല തീരുമാനമുണ്ടാകുന്നതുവരെ കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം തുടരുമെന്ന് സമരസമിതി കൺവീനർ ജോബി അറിയിച്ചു. TCV തൃശൂർ. ദേശീയപാത പട്ടിക്കാടിൽ ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികരായ 2 കോളേജ് വിദ്യാർത്ഥികൾ മരിച്ചു. ദേശീയപാത പീച്ചി റോഡ് ജംഗ്ഷനിൽ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ഓടെയാണ് 2 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ അപകടം ഉണ്ടായത്. കേച്ചേരി മഴുവഞ്ചേരി സ്വദേശി അയിനിപ്പുള്ളി വീട്ടിൽ പ്രദീപ് മകൻ 20 വയസ്സുള്ള വിഷ്ണു, കേച്ചേരി സ്വദേശി ഊട്ടുമടത്തിൽ വീട്ടിൽ കുട്ടൻ മകൻ 20 വയസ്സുള്ള ദീപക് എന്നിവരാണ് മരിച്ചത്. ഇരുവരും കോയമ്പത്തൂരിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. തൃശൂർ ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന എൻഫീൽഡ് ബുള്ളറ്റ് പട്ടിക്കാട് പീച്ചി റോഡ് ജംഗ്ഷനിലെ ആഴമേറിയ ഗട്ടറിൽ ചാടി നിയന്ത്രണം വിട്ട് റോഡിലേക്ക് മറിഞ്ഞു. ഇതോടെ തൊട്ടു പിന്നാലെ വന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ടാങ്കർ ലോറി റോഡിലേക്ക് തെറിച്ചു വീണ ഇരുവരുടെയും ശരീരത്തിലൂടെ കയറിയിറങ്ങി. പരിക്കേറ്റ ഇരുവരെയും ഓടിക്കൂടിയ നാട്ടുകാർ ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും യുവാക്കൾ മരിച്ചിരുന്നു. പിന്നീട് ഇരുവരുടെയും മൃതദേഹം തൃശൂർ കോർപ്പറേഷൻ ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം പ്രകോപിതരായ നാട്ടുകാർ റോഡിന്റെ ശോചനീയാവസ്ഥയാണ് അപകട കാരണമെന്ന് ആരോപിച്ച് ദേശീയപാത ഉപരോധിച്ചു. തുടർന്ന് പീച്ചി പോലീസ് സ്ഥലത്തെത്തി. എന്നാൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന പട്ടിക്കാട് റോഡിലെ കുഴികൾ അടിയന്തരമായി ടാറിട്ട് നികത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഉപരോധം തുടർന്നു. ഇതോടെ ദേശീയപാത അധികൃതർ രംഗത്തെത്തി. അപകടത്തിനിടയാക്കിയതും പ്രദേശത്തെ മറ്റ് ഗട്ടറുകളും ടാറിട്ട് നികത്തി. ഇതോടെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. ഇടവേള. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെ 4 പേർ പീഡിപ്പിച്ചതായി യുവതിയുടെ വെളിപ്പെടുത്തൽ. പരാതിപ്പെട്ടാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി യുവതിയും ഭർത്താവും. പെരിങ്ങണ്ടൂർ സ്വദേശിനിയായ യുവതിയും ഭർത്താവുമാണ് പീഡനം സംബന്ധിച്ച് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത്. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ജയന്തൻ, സുഹൃത്തുക്കളായ ജിനേഷ്, ബിനീഷ്, ഷിബു എന്നിവർ 2014 പീഡിപ്പിച്ചതായാണ് യുവതി വെളിപ്പെടുത്തിയത്. ഭർത്താവിന്റെ സുഹൃത്തുക്കളായിരുന്ന ഇവർ ഭർത്താവിന് സുഖമില്ലെന്ന് പറഞ്ഞ് കാറിൽ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു അത്രേ. ചേർപ്പ് ഭാഗത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ചാണ് 4 പേരും പീഡിപ്പിച്ചത്. പുറത്തു പറഞ്ഞാൽ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും യുവതി പറയുന്നു. എങ്കിലും 2016 ആഗസ്റ്റിൽ പേരാമംഗലം പോലീസിൽ പരാതി നൽകി. പക്ഷേ പോലീസ് പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് കൈക്കൊണ്ടതെന്ന് യുവതി പറയുന്നു. പരാതി നൽകാൻ ചെന്ന തന്നെ പോലീസ് മാനസികമായും പീഡിപ്പിച്ചതായി യുവതി ആരോപിച്ചു. പേരാമംഗലം CI അശ്ലീല ചൊവ്വയോടെ അധിക്ഷേപിച്ചതായും യുവതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നതായും എന്നാൽ പോലീസിന്റെയും പ്രതികളുടെയും സമ്മർദ്ദം മൂലം കേസുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്നാണ് കോടതിയിൽ മൊഴി നൽകിയതെന്നും യുവതി പറയുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ള തന്റെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് പ്രതികൾ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും യുവതിയും ഭർത്താവും തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. TCV തൃശൂർ. പീഡനം സംബന്ധിച്ച് ഇരയായ യുവതി പോലീസിൽ പരാതി നൽകിയത് ഈ വർഷം ഓഗസ്റ്റ് 13-ന് 1651/16 എന്ന ക്രൈം നമ്പറിലാണ് പേരാമംഗലം പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂട്ടബലാത്സംഗം, വധഭീഷണി എന്നീ കുറ്റങ്ങൾ ആരോപിക്കുന്ന 376D, 506/1 എന്നീ വകുപ്പുകളിലായാണ് കേസെടുത്തിരിക്കുന്നത്. 2014 ഏപ്രിലിൽ തിരുവള്ളക്കാവിന് സമീപത്തെ വീട്ടിൽ വെച്ച് 4 പേരും 2015 ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ 3 ദിവസങ്ങളിലായി ജയന്തനും പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഇതേ തുടർന്ന് വടക്കാഞ്ചേരി കോടതിയിൽ യുവതിയെ ഹാജരാക്കിയതായി പോലീസ് പറയുന്നു. കോടതിയിൽ യുവതി മൊഴി മാറ്റിയതോടെ കേസ് ഫയൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറിയതായാണ് പോലീസ് ഭാഷ്യം. വടക്കാഞ്ചേരി പീഡനം സംബന്ധിച്ച അന്വേഷണ ചുമതല ഗുരുവായൂർ ACPക്ക്.
വടക്കാഞ്ചേരിയിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിൽ അന്വേഷണ ചുമതല ഗുരുവായൂർ ACP PA ശിവദാസിന് കൈമാറിയതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഹിമേന്ദ്രനാഥ് അറിയിച്ചു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പീഡനത്തിനിരയായ തൃശൂർ സ്വദേശിനിയായ യുവതിക്ക് നീതി ലഭിച്ചില്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് ഭാഗ്യലക്ഷ്മി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. പീഡനത്തിനിരയായ യുവതി ഭാഗ്യലക്ഷ്മിയെ സമീപിക്കുകയായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായതോടെ ഭാഗ്യലക്ഷ്മി തന്നെയാണ് യുവതിയെയും ഭർത്താവിനെയും തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്. തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പണമിടപാടിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും CPM പ്രതിനിധിയും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ ജയന്തൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ പൈസ തരണം, തന്നില്ലെങ്കിൽ ഞാൻ മേടിക്കും എന്നൊരു ലേശം ഭീഷണിയുടെ സ്വരത്തിൽ ഞാൻ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. ഞാൻ കൊടുത്ത പണം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തിരിച്ചു ചോദിച്ചതാണ് ഇപ്പോൾ ഞാൻ ചെയ്തൊരു കുറ്റം. അപ്പോൾ ഈ പണം ചോദിച്ചതിൻ്റെ പേരിലാണ് ഇവർ എന്താ പറയുക, നമുക്കൊരു മനുഷ്യരെ നിരക്കാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. കാരണം ഒരു കഴിഞ്ഞ 10-15 ദിവസങ്ങൾക്ക് മുന്നേ എന്നെ ഈ മഹേഷ് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഞങ്ങൾക്കൊരു 15 ലക്ഷം രൂപ തരണം, ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അത് 15 ലക്ഷം രൂപ നീ ഞങ്ങൾക്ക് തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ ഇതിനേക്കാൾ മോശമായി നാറ്റിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ തരാൻ കാശില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള എന്താ പറയുക, നമ്മളത്രയൊക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തി ഈ ഭാഗ്യലക്ഷ്മി ചേച്ചി കബളിപ്പിക്കപ്പെടുകയാണ്. തന്റെ പക്കത്തിൽ നിന്ന് വാങ്ങിയ 3.5 ലക്ഷം രൂപ തിരിച്ചു ചോദിച്ചതിലുള്ള പ്രതികാരമാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും ഇതിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും ജയന്തൻ പറഞ്ഞു. അതേസമയം പുതിയ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും സംബന്ധിച്ച് പാർട്ടി അന്വേഷിക്കുമെന്നും പരാതിയിൽ അടിസ്ഥാനമുണ്ടെന്ന് കണ്ടാൽ ആരോപണ വിധേയരായവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി PN സുരേന്ദ്രൻ അറിയിച്ചു. യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ IG ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വടക്കാഞ്ചേരി പെരിങ്ങണ്ടൂരിൽ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ CPM നേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ ജയന്തനെ അറസ്റ്റ് ചെയ്യുക, കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച പേരാമംഗലം CA സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഷെയ്ൻ നടിയിരുപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ബാബു വലിയ വീട്ടിൽ അധ്യക്ഷനായി, സുബിൻ വാടാനപ്പള്ളി, രതീഷ് ചീരാത്ത്, KP വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. IG ഓഫീസ് ഗേറ്റിന് മുന്നിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. കൗൺസിലർ ജയന്തൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും BJPയുടെയും ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രകടനം നടത്തി. വടക്കാഞ്ചേരി നഗരസഭ ഓഫീസിലേക്ക് നടത്തിയ കോൺഗ്രസ് മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ കൗൺസിലർ K അജിത് കുമാർ അധ്യക്ഷനായി. ജയന്തൻ രാജിവെക്കാതെ നഗരസഭയിൽ കൗൺസിൽ യോഗങ്ങൾ അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. BJP മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച ജില്ലാ സെക്രട്ടറി PP സജീഷ്, ഗിരീഷ് മേലമ്പാട്ട്, കൗൺസിലർ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, ഗോപിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുമ്പൂർ കൊച്ചുപോൾ വധക്കേസിൽ പ്രതി കല്ലൂർ മാവിൻചുവട് വടക്കുംചേരി വീട്ടിൽ ടോണിയെ 40 വർഷം കഠിന തടവിനും 2 ലക്ഷം രൂപ പിഴയടയ്ക്കുവാനും ശിക്ഷിച്ചു. തൃശൂർ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ആനി ജോണാണ് കൊച്ചുപോൾ വധക്കേസിൽ ശിക്ഷ വിധിച്ചത്. 1 ലക്ഷം രൂപ മരിച്ച കൊച്ചുപോളിന്റെ മകന് നഷ്ടപരിഹാരം നൽകാനും കോടതി നിർദ്ദേശിച്ചു. കൊലപാതക കുറ്റത്തിന് 20 വർഷവും കവർച്ച, അതിക്രമിച്ചു കടക്കൽ എന്നീ വകുപ്പുകളിൽ 10 വർഷം വീതവുമടക്കം മൊത്തം 40 വർഷം തുടർച്ചയായി ശിക്ഷയനുഭവിക്കണം. 40 വർഷത്തെ കഠിന തടവിൽ ഇളവ് നൽകരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊച്ചുപോളിന്റെ സഹോദരിപുത്രനായ പ്രതി ഉറങ്ങിക്കിടക്കുകയായിരുന്ന കൊച്ചുപോളിനെ വെട്ടിക്കൊലപ്പെടുത്തി 45 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കവർന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 2011 നവംബർ 16-നായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. കേസിലെ കൂട്ടുപ്രതിയായിരുന്ന 19 വയസ്സുകാരൻ ജോസഫിനെ കേസിൽ മാപ്പുസാക്ഷിയാക്കിയിരുന്നു. കൊലപാതക കേസിൽ ഒരു പ്രതിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തടവ് ശിക്ഷ പ്രതിക്ക് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പൈസ് മാത്യു പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതി പ്രതിക്ക് 40 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ഈ പ്രതിക്ക് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷ ആർഗ്യൂ ചെയ്തു. അതോടൊപ്പം തന്നെ റിമൈനിങ് പീരീഡ് ഓഫ് ലൈഫ് ഈ പ്രതിക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 40 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചതിൽ പ്രോസിക്യൂഷൻ അതിയായ സന്തോഷമുണ്ട്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പൈസ് മാത്യു, അഡ്വക്കേറ്റ് ബബിൽ രമേശ് എന്നിവർ ഹാജരായി. ഇരിങ്ങാലക്കുട CI ആയിരുന്ന TS സിനോജാണ് കേസന്വേഷണം നടത്തിയത്. 1989 കാലടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തോമക്കുട്ടി എന്നയാളെ പട്ടാപ്പകൽ നടുറോഡിൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ
പ്രതി ടോണി മുമ്പ് ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. മുത്തൂറ്റ് ഫിനാൻസ് ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. ജീവനക്കാർക്കെതിരെയുള്ള പ്രതികാര നടപടികളിൽ പ്രതിഷേധിച്ചാണ് CITUവിന്റെ പിന്തുണയോടെ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് മുത്തൂറ്റ് ഫിനാൻസിന് മുന്നിൽ പണിമുടക്ക് നടത്തുന്നത്. കൂട്ടസ്ഥലമാറ്റവും പ്രതികാര നടപടികളും അവസാനിപ്പിക്കുക, തൊഴിലാളി സംഘടനയെ അംഗീകരിക്കുക, മിനിമം വേതനം 18,000 രൂപയാക്കുക, രജിസ്റ്റേർഡ് സ്റ്റാൻഡിംഗ് ഓർഡർ ഇല്ലാത്ത മുത്തൂറ്റ് മാനേജ്മെന്റിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം ആരംഭിച്ചിട്ടുള്ളത്. CITU സംസ്ഥാന സെക്രട്ടറി MM വർഗീസ് മുത്തൂറ്റിന്റെ ബ്രാഞ്ചിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ ഭാരവാഹികളായ UP ജോസഫ്, PK ഷാജൻ, KK രാമചന്ദ്രൻ, KV ഹരിദാസ്, T സുധാകരൻ, MR രാജൻ എന്നിവർ പങ്കെടുത്തു. മുത്തൂറ്റ് ഫിനാൻസ് പുതുക്കാട് ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PG വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ AV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MA ഫ്രാൻസിസ്, P തങ്കം, MK ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. രജിസ്റ്റേർഡ് സ്റ്റാൻഡിംഗ് ഓർഡർ ഇല്ലാത്ത മുത്തൂറ്റ് മാനേജ്മെന്റിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് പുതുക്കാട് സമരം നടത്തിയത്. കുന്നംകുളം പട്ടാമ്പി റോഡിലുള്ള മുത്തൂറ്റ് ഫിനാൻസ് CITUവിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. പ്രതിഷേധ സമരം CITU ഏരിയ പ്രസിഡന്റ് PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി CK രവി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PM സുരേഷ്, DYFI ബ്ലോക്ക് പ്രസിഡന്റ് ഷാനു, KA അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. CITU ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുത്തൂറ്റ് ചാവക്കാട് ബ്രാഞ്ച് ഓഫീസ് ഉപരോധിച്ചു. മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ ജനറൽ സെക്രട്ടറി AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. KH സലാം അധ്യക്ഷനായി. KK മുബാറക്, KM അലി, AC ആനന്ദൻ എന്നിവർ സംസാരിച്ചു. കൂട്ടസ്ഥലമാറ്റവും പ്രതികാര നടപടികളും അവസാനിപ്പിക്കുക, 18,000 രൂപ മിനിമം വേതനം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. CITU ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുത്തൂറ്റിന്റെ ചേലക്കര ബ്രാഞ്ച് ഉപരോധിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം OS സജി, ലോക്കൽ സെക്രട്ടറി TN പ്രഭാകരൻ, KSKTU മേഖലാ പ്രസിഡന്റ് PS അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. DYFI മേഖലാ പ്രസിഡന്റ് KT വിനോദ്, A ബാലകൃഷ്ണൻ, PA ജാഫർ മോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂരിലെ മുത്തൂറ്റ് ഫൈനാൻസിലേക്ക് CITU പ്രവർത്തകർ മാർച്ച് നടത്തി. CITU ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഴക്കേനടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സ്ഥാപനത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPM ഏരിയ സെക്രട്ടറി M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ പ്രസിഡന്റ് TT ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം RV ഇക്ബാൽ, ഉണ്ണി വാർനാട്ട്, ജെയിംസ് ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ടൗൺ മുത്തൂറ്റ് ബ്രാഞ്ചിന് മുന്നിൽ നടന്ന പണിമുടക്ക് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. AC വേലായുധൻ അധ്യക്ഷത വഹിച്ചു. CA രാജീവ്, PM ബിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. വാർത്തകളിലേക്ക്. കല്ലൂർ മുട്ടിത്തടിയിൽ ഓട്ടോറിക്ഷയിൽ ടിപ്പർ ലോറിയിടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ വെള്ളാനിക്കോട് സ്വദേശി അക്കരക്കാരൻ സോനു, കരിപ്പേരി കരുണാകരൻ, ഭാര്യ തങ്കമണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. കരിങ്കൽ കയറ്റി അമിത വേഗത്തിൽ വരികയായിരുന്ന ടിപ്പർ ലോറി ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. പിന്നീട് വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വെള്ളാനിക്കോട് മേഖലകളിലെ ക്വാറികളിൽ നിന്ന് കരിങ്കല്ലുമായി നിരവധി ലോറികളാണ് ദിനംപ്രതി മരണപ്പാച്ചിൽ നടത്തുന്നത്. തിരക്കേറിയ സെന്ററുകളിലൂടെ അമിത വേഗത്തിലും അശ്രദ്ധയോടെയുമാണ് ലോറികൾ പോകുന്നത്. നാട്ടുകാർ പലതവണ പോലീസിന് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ടിപ്പർ ലോറികൾക്ക് അധികൃതർ സമയക്രമം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കാതെയാണ് കല്ലൂർ മേഖലയിൽ ടിപ്പർ ലോറികൾ പായുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. തൃശൂർ പൂരം അടക്കമുള്ള ഉത്സവങ്ങളും വെടിക്കെട്ടുമെല്ലാം തടസ്സമില്ലാതെ സുഗമമായി നടത്താനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രമേയം പാസാക്കി. കോർപ്പറേഷന്റെ വാർഷിക പദ്ധതികൾക്ക് DPC അംഗീകാരം ലഭിച്ചുവെന്ന് ഡെപ്യൂട്ടി മേയർ കൌൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാരോപിച്ച് യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. തൃശൂർ പൂരമടക്കമുള്ള ഉത്സവങ്ങൾക്കും വെടിക്കെട്ടുകൾക്കും ആന എഴുന്നള്ളിപ്പുകൾക്കും തടസ്സങ്ങൾ ഏറെയാണെന്നും പല ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളും നിന്നുപോകുന്ന സാഹചര്യമാണെന്നും ഇതിൽ നടപടി വേണമെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദനും BJP കൗൺസിലർ K മഹേഷുമാണ് കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തെ തുടർന്ന് തൃശൂർ പൂരമടക്കമുള്ള ഉത്സവങ്ങൾ തടസ്സമില്ലാതെ നടത്താൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് പ്രമേയം വഴി ആവശ്യപ്പെടാൻ യോഗം തീരുമാനിക്കുകയായിരുന്നു. കോർപ്പറേഷന്റെ വാർഷിക പദ്ധതികൾക്ക് DPCയുടെ അംഗീകാരം ലഭിക്കാതെ അംഗീകാരം ലഭിച്ചുവെന്ന് പറഞ്ഞ് ഡെപ്യൂട്ടി മേയർ കഴിഞ്ഞ യോഗത്തിൽ സഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ ബഹളം വെച്ചു. കൂടാതെ DPC അംഗീകാരം ലഭിക്കാതെ പ്രവർത്തന കലണ്ടർ തയ്യാറാക്കിയ സെക്രട്ടറിയുടെ നടപടിയെയും പ്രതിപക്ഷം വിമർശിച്ചു. എന്നാൽ സഭയെ തെറ്റിദ്ധരിപ്പിച്ചില്ലെന്ന് ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തിയും സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കുന്നതിനായി
പദ്ധതി അംഗീകാരം കിട്ടാതെ തന്നെ നേരത്തെ കൂട്ടി പ്രവർത്തനങ്ങൾ നടത്താമെന്നും അതിനാലാണ് പ്രവർത്തന കലണ്ടർ തയ്യാറാക്കിയതെന്നും സെക്രട്ടറി ആർ ലാലുവും വ്യക്തമാക്കി. LDF ഭരണസമിതി അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ ഉദ്ഘാടന മാമാങ്കങ്ങൾ കൊണ്ടാടുകയാണെന്നും ഇതിന്റെ പേരിൽ ലക്ഷങ്ങൾ പൊടിപൊടിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ UDF ഭരണസമിതി കാലാവധി അവസാനിക്കുന്ന സമയത്ത് ഒന്നും ഒരുക്കാതെ 14 ഉദ്ഘാടന മാമാങ്കങ്ങൾ സംഘടിപ്പിച്ചതായും കുഴൽക്കിണർ കുഴിക്കാതെ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തുവെന്നും തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ഭരണപക്ഷവും മറുപടി നൽകി. ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം ചെളിവാരി എറിയുന്ന രീതിയിലായിരുന്നു തുടർ ചർച്ചകൾ. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അംഗീകരിച്ച തെരുവോര കച്ചവടക്കാരുടെ ലിസ്റ്റ് ഒഴിവാക്കുന്നത് ശരിയല്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ലിസ്റ്റിൽ നിന്ന് ഒരു തെരുവോര കച്ചവടക്കാരനെയും ഒഴിവാക്കില്ലെന്നും എന്നാൽ അനധികൃതരെ ഒഴിവാക്കുമെന്നും 15 ദിവസത്തിനുള്ളിൽ തെരുവോര കച്ചവടക്കാരെ ശക്തനിലെ പുതിയ മന്ദിരത്തിലേക്ക് മാറ്റുമെന്നും ഡെപ്യൂട്ടി മേയർ അറിയിച്ചു. നഗരത്തിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനെ കോർപ്പറേഷൻ എതിർക്കുന്നുവെന്ന ആരോപണം ശരിയല്ലെന്ന് ഭരണപക്ഷം മറുപടി നൽകി. ജില്ലാ ജനറൽ ആശുപത്രിയിൽ ജീവനക്കാരെ നിയമിക്കണം, തെരുവിളക്കുകൾ കത്തിക്കണം, സ്കൂളുകളിൽ നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കണം, നഗരത്തിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് നിർത്തലാക്കണം, മാലിന്യ സംസ്കരണം നടപ്പിലാക്കണം, വരൾച്ചയെ നേരിടണം, സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ കാനയിലേക്ക് തള്ളുന്നതിനെതിരെ നടപടി വേണം, ലാലൂരിൽ കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് വ്യക്തമായ കരാർ ഉണ്ടാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു. പട്ടാളം റോഡിന്റെ വികസനം ഏതുവരെ എത്തിയെന്ന മുൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബുവിന്റെ ചോദ്യത്തിന് ഇത് ഉടൻ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇക്കാര്യം പുതിയ കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയിലാണെന്നും മേയർ അജിത ജയരാജൻ അറിയിച്ചു. ഫണ്ട് കൊടുക്കാനില്ലാതെ പ്രഹസനമെന്ന പേരിലാണ് നഗരത്തിലെ ജംഗ്ഷനുകളുടെ എങ്ങുമെത്താത്ത വികസനം മുൻ UDF ഭരണസമിതി നടത്തിയതെന്നും ഭരണപക്ഷവും ആരോപിച്ചു. TCV ന്യൂസ്, തൃശൂർ. മമ്മിയൂരിൽ വിദേശ വനിതയെ ബഹുനില ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മാണിക്യത്തുപടി ഏറത്ത് ഹരിഹരന്റെ ഭാര്യ റൊമേനിയ സ്വദേശിനി 40 വയസ്സുള്ള ബെജിനാരു മതിലേറി റോബർട്ടീനയാണ് മരിച്ചത്. മമ്മിയൂർ പ്ലാറ്റിനം പഞ്ചരത്ന ഫ്ളാറ്റ് സമുച്ചയത്തിന് താഴെ വ്യാഴാഴ്ച പുലർച്ചെ 3:00-ഓടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. 8ാം നിലയിൽ നിന്നാണ് ചാടിയതെന്ന് കരുതുന്നു. ഇരുവരും എറണാകുളം ഉദയനാൽ വീട്ടിൽ KG സദാനന്ദന്റെ ഉടമസ്ഥതയിലുള്ള 5ാം നിലയിലെ ഫ്ളാറ്റിലായിരുന്നു താമസം. 5 മാസം മുമ്പ് കൂർക്കഞ്ചേരി ക്ഷേത്രത്തിൽ വെച്ചാണ് ഇവർ വിവാഹിതരായത്. ബുധനാഴ്ച ഹരിഹരന്റെ മാണിക്യത്തപ്പടിയിലുള്ള വീട്ടിൽ പണി കഴിഞ്ഞ് ജോലിക്കാർക്ക് സൽക്കാരവും നൽകിയിരുന്നു. ഇത് കഴിഞ്ഞ് ഏറെ വൈകിയാണ് ഇരുവരും ഫ്ളാറ്റിലെത്തി കിടന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 3:00-ഓടെ പോലീസ് വന്ന് വാതിലിൽ തട്ടിയപ്പോഴാണ് റോബർട്ടിന മരിച്ചവരും അറിയുന്നതെന്ന് ഹരിഹരൻ പറഞ്ഞു. സെക്യൂരിറ്റി ജീവനക്കാരാണ് ആദ്യം മൃതദേഹം കണ്ടത്. തലച്ചോറ് ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് അസിസ്റ്റന്റും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചാവക്കാട് തഹസിൽദാർ MB ഗിരീഷിന്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. ഗുരുവായൂർ ACP PS ശിവദാസൻ, ടെമ്പിൾ CI N രാജേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി ഹരിഹരനെയും ഫ്ളാറ്റിലുള്ളവരെയും ചോദ്യം ചെയ്തു. പോലീസ് നടത്തിയ പരിശോധനയിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. അമ്മയ്ക്ക് അടുത്തിടെ ക്യാൻസർ രോഗം തിരിച്ചറിഞ്ഞതിന്റെ മനോവിഷമത്തിലായിരുന്നു റോബർട്ടീനയെന്ന് ഹരിഹരൻ പറഞ്ഞു. വർഷങ്ങളായി ഇന്ത്യയിലെത്തിയ റോബർട്ടീന 1.5 വർഷം മുമ്പും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായും ഹരിഹരൻ പറഞ്ഞു. 3 വർഷം മുമ്പാണ് ഇരുവരും പരിചയത്തിലാകുന്നത്. സുഗന്ധദ്രവ്യങ്ങൾ കയറ്റുമതി നടത്തുന്നതിൽ പങ്കാളിയായിരുന്നു. ഇനി TCV ന്യൂസ് ക്യാമ്പയിൻ നട തള്ളപ്പെട്ട ശകടങ്ങൾ. തൃശൂർ മെഡിക്കൽ കോളേജിലെ ആംബുലൻസുകളേറെയും കട്ടപ്പുറത്ത്. ആശുപത്രിയിലെ ആംബുലൻസ് സർവീസുകൾ അനാഥാവസ്ഥയിലായതോടെ പാവപ്പെട്ട രോഗികൾ ദുരിതത്തിൽ. അത്യാസന്ന നിലയിലായ രോഗികളെ അടക്കം കൃത്യസമയത്ത് ആശുപത്രിയിലെത്തിക്കാൻ ഏതു സമയവും സുസജ്ജമായിരുന്നു ഒരു കാലത്ത് ഈ ആംബുലൻസുകൾ. എന്നാൽ ഇന്ന് ഈ ആംബുലൻസുകൾ തന്നെ അത്യാസന്ന നിലയിലാണ്. പുതിയ മെഡിക്കൽ കോളേജിലും നെഞ്ചുരോഗാശുപത്രിയിലുമായി 4 ആംബുലൻസുകളാണ് കട്ടപ്പുറത്തുള്ളത്. ഇതിൽ നെഞ്ചുരോഗാശുപത്രിയിലെ 2 ആംബുലൻസുകളും പുതിയ മെഡിക്കൽ കോളേജിലെ 1 ആംബുലൻസും തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങി. പുതിയ മെഡിക്കൽ കോളേജിലെ 1 ആംബുലൻസ് നന്നാക്കുന്നതിനായി 1 വർഷത്തോളമായി വർക്ക്ഷോപ്പിലും കിടക്കുന്നതിനാൽ ഇവിടെ സർവീസ് നടത്താൻ 1 ആംബുലൻസ് മാത്രമേയുള്ളൂ. ആശുപത്രിയിലെ ആംബുലൻസ് സർവീസുകൾ അനാഥാവസ്ഥയിലായതോടെ പാവപ്പെട്ട രോഗികൾ വഴിയാധാരമായെന്ന് മാത്രമല്ല വലിയ വാടക നൽകി സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലുമാണ്. അതായത് ഇത്രയും ഒരുപാട് രൂപ ഞങ്ങൾ ചെലവ് ചെയ്തിട്ടാണ് ഇവിടുന്ന് ഞങ്ങൾ പാലക്കാട് ജില്ല ചിറ്റൂരിനടുത്ത് പല്ലസനെ അടക്കം ഞങ്ങൾ പോയി വരുന്നത്. ചെറിയൊരു ആശ്രയം ഗവൺമെൻറ് വാഹനത്തിനോടാണ്. അതുപോലും ഞങ്ങൾക്ക് ഇവർ കരുടം കാണിക്കുന്നില്ല. നല്ല വാടക കൊടുത്താൽ അവർ വരും. പ്രൈവറ്റ് സർക്കാരിൻ്റെ എന്ത് ആശ്രയം?
അവരുടെ ഒരു ആശ്രയമില്ല. സർക്കാർ കാര്യം മുറ പോലെ എന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കും വിധമാണ് ഈ നടതള്ളപ്പെട്ട ശകടങ്ങളുടെ ദുരവസ്ഥ. നിസാര കംപ്ലൈന്റുകളുടെ പേരിൽ മാറ്റിയിട്ട ആംബുലൻസുകളാണ് നന്നാക്കാത്തതിനാൽ വർഷങ്ങളായി അനാഥപ്രേതം കണക്കെ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ കിടക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഉപയോഗിക്കാനാകാത്ത ആംബുലൻസുകൾ നീക്കം ചെയ്യുകയോ അതുമല്ലെങ്കിൽ ലേലം ചെയ്ത് വിൽക്കുകയോ വേണമെന്നും നന്നാക്കാനാകുന്നവയുടെ കേടുപാടുകൾ ഉടൻ തീർക്കണമെന്നുമുള്ള ആവശ്യം ശക്തമാണ്. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ആദിവാസികളടക്കമുള്ളവർ ആശ്രയിക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട രോഗികൾക്ക് പലപ്പോഴും സൗജന്യ ആംബുലൻസ് സർവീസ് ലഭ്യമാകാത്തത് വിവാദമായി മാറുന്നുണ്ട്. അതിനാൽ ബദൽ സംവിധാനം ഒരുക്കുകയോ പുതിയ ആംബുലൻസ് സർവീസുകൾ ആരംഭിക്കുകയോ വേണമെന്നാണ് രോഗികളടക്കമുള്ള ജനങ്ങളുടെ ആവശ്യം. TC വിനോസ്, തൃശൂർ. വെള്ളാനകളുടെ നാടെന്ന സിനിമയിലെ റോഡ് റോളർ കഥയ്ക്ക് കുന്നംകുളത്ത് നിന്നൊരു പുനരാഖ്യാനം. കുന്നംകുളത്തെ PWD ഓഫീസിന് മുന്നിൽ വെള്ളാന കണക്കെ തുരുമ്പെടുത്ത് കിടക്കുന്നത് 3 റോഡ് റോളറുകൾ. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ. മെതിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇപ്പൊ ശരിയായി തരാം. മെതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് എടുക്ക്. ഇപ്പൊ ശരിയായി തരാം. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. കുന്നംകുളത്തെ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിലൂടെ കടന്നുപോകുന്നവർ അറിയാതെയാണെങ്കിലും വെള്ളാനകളുടെ നാടെന്ന സിനിമയിൽ പപ്പു അവതരിപ്പിച്ച കഥാപാത്രത്തെയും ദാ ഇപ്പൊ ശരിയാക്കി തരാം എന്ന ആ ഡയലോഗും ഓർക്കാതിരിക്കില്ല. പൊതുമരാമത്ത് കരാറുകാരനായ മോഹൻലാലിനോട് ഇപ്പൊ ശരിയാക്കി തരാമെന്ന പപ്പുവിന്റെ വാക്കുകൾ മലയാളികൾ ഭാഷാശൈലിയായി പിന്നീട് ഏറ്റെടുക്കുകയായിരുന്നു. ആ തമാശയെയും വെല്ലുന്ന കാഴ്ചയാണ് കുന്നംകുളത്തെ ഈ പൊതുമരാമത്ത് ഓഫീസിന്റെ മുന്നിലുള്ളത്. അമ്മായിക്കല്ലെന്ന് നാടൻ ഭാഷയിൽ പറയുന്ന റോഡ് റോളറുകൾ 1 അല്ല 3 എണ്ണമാണ് ഈ മുറ്റത്ത് തുരുമ്പെടുക്കുന്നത്. ഇതെന്താണ് ഇങ്ങനെയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉദ്യോഗസ്ഥർ പറയുന്ന മറുപടി പപ്പുവിന് സമാനമാണ്. തുരുമ്പെടുത്ത് വിണ്ടുകീറി ഇതിവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. റോഡ് നിർമ്മാണം നടത്തുന്ന സ്വകാര്യ കരാറുകാർക്ക് വാടകയ്ക്ക് നൽകാനാണ് റോഡ് റോളർ സർക്കാർ പണം നൽകി വാങ്ങിയത്. പണി കഴിഞ്ഞ് ബിൽ തുക കൂട്ടിക്കഴിക്കുമ്പോൾ റോളറിന്റെ വാടക വകുപ്പ് ഈടാക്കും. കരാറുകാർക്കും ഇത് വലിയ സൗകര്യമായിരുന്നു. പണി നടക്കുന്നതിനിടയിൽ റോളർ തപ്പി പോകേണ്ടെന്ന് മാത്രമല്ല താരതമ്യേന ചെറിയ വാടകയുമാണ് ഇതിനെ നൽകേണ്ടതുള്ളൂ. എന്നാൽ ചില സ്വകാര്യ വ്യക്തികൾ റോഡ് റോളറുകൾ വാടകയ്ക്ക് നൽകി തുടങ്ങിയതോടെയാണ് പൊതുമരാമത്തിന്റെ റോളറുകൾ 3 എണ്ണവും ഒരുപോലെ തകരാറിലായത്. ഇതിനു പിന്നിൽ ചില ഒത്തുകളികളുണ്ടെന്ന് ചില കരാറുകാർ പറയുന്നുണ്ടെങ്കിലും അതിലൊന്നും വാസ്തവമില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം. ലക്ഷങ്ങൾ വില വരുന്ന പൊതുമുതൽ മഴയും വെയിലുമേറ്റ് ഈ ഓഫീസിന് മുന്നിൽ അലങ്കാരമായി കിടക്കുന്നത് കണ്ടിട്ടും ഉദ്യോഗസ്ഥർക്ക് കാര്യമായ പരാതിയൊന്നുമില്ല. പരാതിപ്പെടേണ്ട കരാറുകാരും തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ വായ തുറക്കുകയുമില്ല. ഇങ്ങനെ ചില മാസങ്ങൾ കൂടി പിന്നിട്ടാൽ തകരാറ് മാറ്റാനാകില്ലെന്ന് ബോധ്യപ്പെടുകയും ഇവ പിന്നീട് ഇരുമ്പ് വിലയ്ക്ക് ലേലം ചെയ്യുകയും ചെയ്യുമെന്നല്ലാതെ മറ്റ് ഇടപെടലുകളോ അന്വേഷണമോ ഉണ്ടാകില്ലെന്നതും ഉദ്യോഗസ്ഥർക്ക് ഉറപ്പുണ്ടെന്നതാണ് വസ്തുത. TC ന്യൂസ്, കുന്നംകുളം. തൃശൂർ കോർപ്പറേഷനിൽ ആരംഭിച്ച വാട്ടർ സെക്ഷൻ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മേയർ അജിത ജയരാജൻ നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ണംകുളത്തെ അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ML റോസി, അജിത വിജയൻ, MR റോസിലി, P സുകുമാരൻ, വത്സല ബാബുരാജ്, പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ, കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുടിവെള്ള സ്രോതസ്സുകളെ ശക്തിപ്പെടുത്തി കിണറുകളും കുളങ്ങളും റീചാർജ് ചെയ്ത് സ്വാശ്രയ കുടിവെള്ള പദ്ധതികൾ വ്യാപിപ്പിച്ച് കുടിവെള്ള സാക്ഷരത ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായാണ് തൃശൂർ കോർപ്പറേഷനിൽ പ്രത്യേക വാട്ടർ സെക്ഷൻ ഓഫീസ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ സഹകരണ ആശുപത്രിയിൽ ആദ്യമായി ഭരണസമിതിയെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. നിലവിലെ പ്രസിഡന്റ് TK പുറഞ്ചുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാനലിനെയാണ് എതിരില്ലാതെ തിരഞ്ഞെടുത്തത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി സമാപിച്ചതോടെയാണ് മത്സര രംഗത്തുള്ള 11 കോൺഗ്രസ് അംഗങ്ങൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. തൃശ്ശൂർ ജില്ലാ സഹകരണ ആശുപത്രിയുടെ തെരഞ്ഞെടുപ്പ് നവംബർ 13-നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെയായിരുന്നു ഇതിൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം. ഇന്നലെ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി 11 പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. 11 പേരെ ഇപ്പോൾ ഉള്ളൂ. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ സഹകരണ ആശുപത്രിയിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കുകയായിരുന്നു. ഈ മാസം 13-ന് പുതിയ ഭരണസമിതി നിലവിൽ വരും.
വീട്ടമ്മയെ സംഘം ചേർന്ന് പീഡിപ്പിച്ച സംഭവത്തിൽ ആരോപിതനായ കൗൺസിലർ ജയന്തനെ പുറത്താക്കുവാൻ CPM തയ്യാറാകണമെന്നും പാർട്ടിയുടെ തണലിലാണ് ക്രിമിനൽ സംഘം അഴിഞ്ഞാടുന്നതെന്നും BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് കുറ്റപ്പെടുത്തി. പീഡന വിവരം മാസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്നിട്ടും CPM നേതൃത്വം പ്രതികളെ സംരക്ഷിക്കുകയായിരുന്നു. പിണറായി സർക്കാരിൽ നിന്ന് നാട്ടിലെ സാധാരണക്കാർക്ക് നീതി ലഭിക്കില്ല എന്ന തോന്നലാണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്നതെന്ന് നാഗേഷ് പറഞ്ഞു. മാള കൃഷി ഓഫീസർ പറവൂർ വടക്കുംപുറം സ്വദേശി ജോർജ് പ്രശാന്ത് അന്തരിച്ചു. 41 വയസ്സായിരുന്നു. വടക്കുംപുറം പുതിയ വീട്ടിൽ സെബാസ്റ്റ്യൻ ജോഷിയുടെ മകനാണ്. 2012 മുതൽ മാളയിൽ കൃഷി ഓഫീസറാണ്. വ്യാഴാഴ്ച പുലർച്ചെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഗോതിരത്ത് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടത്തും. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. അതിരൂപത CLCയുടെ ആഭിമുഖ്യത്തിൽ 18ാമത് മദർ തെരേസ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം സിനിമാ താരം ബെൻസിൽ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത ചാൻസലർ ഫാദർ മാത്യു കുറ്റിക്കോട്ടയിൽ മുഖ്യാതിഥിയായി. അതിരൂപത പ്രസിഡന്റ് ബിജിൻഡി ജോസഫ് അധ്യക്ഷനായിരുന്നു. അതിരൂപത പ്രൊമോട്ടർ ഫാദർ ജിയോ തെക്കിനിയത്ത്, അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ ഫ്രിജോ വാഴപ്പള്ളി, കൺവീനർ സോണി തൃശൂർക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്ന് 3 മുതൽ 18 വയസ്സ് വരെയുള്ള 800ഓളം വിദ്യാർത്ഥികൾ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വെളിയുടെ വിസർജന മുക്ത ജില്ലയ്ക്കുള്ള പുരസ്കാരം തൃശൂർ ഏറ്റുവാങ്ങി. ഐക്യകേരളപ്പിറവി ദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കേരളത്തെ സമ്പൂർണ്ണ വെളിയിടവുമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച ചടങ്ങിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഇന്ത്യയിൽ സമ്പൂർണ്ണ ODF പ്രഖ്യാപിച്ച 24 ജില്ലകളിൽ ഒന്നാണ് തൃശൂർ. ജൂണിൽ ആരംഭിച്ച ODF പ്രവർത്തനങ്ങൾക്ക് സഹകരണ ടൂറിസം മന്ത്രി AC മൊയ്തീൻ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരുടെ മേൽനോട്ടത്തിൽ ജില്ലയിലെ ജനപ്രതിനിധികളുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗങ്ങൾ വിളിച്ച് പദ്ധതി പ്രവർത്തന പുരോഗതി വിലയിരുത്തി. ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർമാർ, VEOമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സർവേ നടത്തി ശൗചാലയങ്ങളില്ലാത്ത ഗുണഭോക്താക്കളെ കണ്ടെത്തി ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. NSS, സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ എന്നിവരും ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ശുചിമുറി നിർമ്മാണത്തിന് ബുദ്ധിമുട്ടേറിയ അതിരപ്പള്ളി പഞ്ചായത്തിലെ അടിച്ചിൽത്തൊട്ടി ആദിവാസി കോളനി പോലുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കി. മാടക്കത്തറ പഞ്ചായത്താണ് ജില്ലയിൽ ആദ്യത്തെ ODF ഗ്രാമപഞ്ചായത്ത്. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്താണ് ജില്ലയിൽ ആദ്യത്തെ ODF ബ്ലോക്ക്. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ഗ്രീൻ കാർപ്പറ്റ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ പ്രവർത്തനം നിരീക്ഷിക്കുവാൻ സമിതിയെ രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ അധ്യക്ഷയും ജില്ലാ കളക്ടർ ഡോക്ടർ A. കൗശികൻ കൺവീനറുമാണ്. ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ MV കുഞ്ഞിരാമനാണ് സമിതിയുടെ സെക്രട്ടറി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വനപാതകളിലും പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുന്നത് കർശനമായി തടയാൻ ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന ജില്ലാ സമിതിയുടെ പ്രഥമയോഗം തീരുമാനിച്ചു. എല്ലാ കേന്ദ്രങ്ങളിലും പ്രവേശന കവാടങ്ങളിൽ വാഹനങ്ങളുടെ രജിസ്റ്റർ സൂക്ഷിക്കും. വാഹനങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഡ്രൈവറിൽ നിന്ന് പിഴ ഈടാക്കും. പ്രവേശന കവാടങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും അധികാരികളുടെ ഫോൺ നമ്പറുകൾ പ്രദർശിപ്പിക്കാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടൂറിസം വകുപ്പിന് നിർദ്ദേശം നൽകി. അതിരപ്പള്ളി, തുമ്പൂർ മൊഴി, പീച്ചി, വാഴാനി, സ്നേഹതീരം, വിലങ്ങൻകുന്ന്, പൂമല എന്നീ 7 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് ഗ്രീൻ കാർപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ, സന്നദ്ധ സംഘടനകൾ, NSS യൂണിറ്റ് എന്നിവയുടെ സഹകരണത്തോടെയും ജനകീയ പങ്കാളിത്തത്തോടെയും സുസ്ഥിര പരിപാലനമാണ് പദ്ധതിയുടെ ലക്ഷ്യം. വനം, ഇറിഗേഷൻ, ടൂറിസം എന്നീ വകുപ്പുകൾ സഹകരിച്ച് വൃത്തിയും ശുചിത്വമുള്ള അന്തരീക്ഷം, ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനം എന്നിവ ഒരുക്കും. പൊതു ശുചിമുറികൾ, അടിസ്ഥാന പശ്ചാത്തല സൗകര്യം, നടപ്പാതകൾ, ദിശാസൂചികകൾ, ഉല്ലാസ സംവിധാനങ്ങൾ എന്നിവ ഏർപ്പെടുത്തും. ശുദ്ധമായ കുടിവെള്ളവും ഭക്ഷണവും ലഭ്യമാക്കും. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പരിശീലനം ലഭിച്ച രക്ഷാപ്രവർത്തകരെ നിയോഗിക്കും. TCV ന്യൂസ്, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ വ്യത്യസ്ത സംഭവങ്ങളിലായി കഞ്ചാവ് വിൽപ്പനക്കാരിയായ സ്ത്രീ ഉൾപ്പെടെ 2 പേരെ പിടികൂടി. ചന്ദ്രാപിന്നിയിൽ നിന്ന് 3.25 കിലോഗ്രാം കഞ്ചാവുമായി എടത്തിരുത്തി സ്വദേശി കൊല്ലറ വീട്ടിൽ നിജുവിനെയും എറിയാട് നിന്ന് 1/4 കിലോഗ്രാം കഞ്ചാവുമായി വട്ടപ്പറമ്പിൽ ആമിയെയുമാണ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ VP സുധാകരനും സംഘവും പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് ALP സ്കൂൾ പരിസരത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് നിജു പിടിയിലായത്. തീരമേഖലയിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് നിജു എന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. മൊബൈൽ ഫോൺ വഴി ആവശ്യക്കാരെ കണ്ടെത്തിയാണ് ഇയാൾ കച്ചവടം നടത്തിവന്നിരുന്നത്. എക്സൈസുകാരുടെ പിടിയിലായതിനു ശേഷവും ഇയാളുടെ ഫോണിലേക്ക് ആവശ്യക്കാരുടെ വിളി നിരന്തരം വന്നുകൊണ്ടിരുന്നതായി എക്സൈസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ മേഖലയിൽ സമീപകാലത്ത് കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട പിടിയിലാവുന്ന ആദ്യ സ്ത്രീയാണ് ആമി. എടമുട്ടത്ത് ബൈക്കും പെട്ടിയോട്ടോയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികരായ ചന്ദ്രാപിന്നി സ്വദേശി പുത്തൂർ അക്ഷയ്, ഓട്ടോ ഡ്രൈവർ എടമുട്ടം തോട്ടാരത്ത് അനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്.
ഇവരെ വിവേകാനന്ദ സേവാ കേന്ദ്രം പ്രവർത്തക തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. PSC ബോർഡ് മുൻ അംഗം ഇളംതുരുത്തി കരുണവീട്ടിൽ അഡ്വക്കേറ്റ് NK ഗംഗാധർ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തൃശൂർ ശക്തർ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മത്സ്യവ്യാപാരികൾ മേയർ അജിത ജയരാജനുമായി ചർച്ച നടത്തി. പരീക്ഷണാടിസ്ഥാനത്തിൽ 1 മാസം മാലിന്യം വ്യാപാരികൾ തന്നെ നീക്കം ചെയ്യുവാൻ തത്വത്തിൽ ധാരണയായി. പുറമേ നിന്ന് മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നുണ്ടോയെന്നറിയാൻ വാച്ച്മാനെ നിയോഗിക്കാനും ബയോഗ്യാസ് പ്ലാന്റിൽ പ്ലാസ്റ്റിക്കും തെർമോക്കോളും അടക്കമുള്ളവ നിക്ഷേപിക്കുന്നുണ്ടോ എന്നറിയുവാൻ CCTV ക്യാമറ സ്ഥാപിക്കുവാനും ചർച്ചയിൽ തീരുമാനിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ കോർപ്പറേഷൻ ഒരുക്കി നൽകുമെങ്കിലും വ്യാപാരത്തിലൂടെ ലാഭം നേടുന്ന കച്ചവടക്കാർ തന്നെ മാർക്കറ്റ് വൃത്തിയാക്കി സൂക്ഷിക്കണമെന്ന കോർപ്പറേഷൻ നിർദ്ദേശം വ്യാപാരികൾ അംഗീകരിച്ചു. അടഞ്ഞുകിടക്കുന്ന മാർക്കറ്റ് വെള്ളിയാഴ്ച മുതൽ തുറക്കുവാനും ചർച്ചയിൽ തീരുമാനമായി. മാർക്കറ്റിലെ മത്സ്യമാലിന്യം കോർപ്പറേഷൻ കൊണ്ടുവന്ന് പ്രതിഷേധിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കേസുമായി മുന്നോട്ടു പോകുമെന്നും മേയർ പറഞ്ഞു. മേയറുടെ ചേംബറിൽ നടന്ന ചർച്ചയിൽ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ML റോസി, കൌൺസിലർ അനൂപ് ഡേവിസ് കാട, ഹെൽത്ത് ഇൻസ്പെക്ടർ, കോർപ്പറേഷൻ സെക്രട്ടറി R ലാലു, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുവിന്റെ അരിയുപ്പുറം പ്രതിഷ്ഠയുടെ സ്മരണാർത്ഥം തൃശൂരിൽ സ്ഥാപിച്ച ശില്പം തകർത്തതിൽ പ്രതിഷേധിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം ജാഥയും സംഗമവും സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് തെക്കേ ഗോപുരനടയിൽ കഴിഞ്ഞ ദിവസം ശില്പം സ്ഥാപിച്ചത്. ഇത് പിന്നീട് സാമൂഹ്യവിരുദ്ധം നശിപ്പിക്കുകയായിരുന്നു. തെക്കേ ഗോപുരനടയിൽ നടന്ന പ്രതിഷേധ സംഗമം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ NR ഗ്രാമപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ TA ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു. സാഹിത്യ സംഘം പ്രവർത്തകരായ CR ദാസ്, ഡോക്ടർ രാവണി, ഡോക്ടർ ഷീല തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുഖം ഗ്രാമീണ നാടകവേദിയുടെ പ്രതിഷേധ ഗാന സദസ്സും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. കൃഷിമന്ത്രി BS സുനിൽകുമാറിന്റെ തൃശൂരിലെ ഓഫീസിൽ മലയോര സംരക്ഷണ സമിതിയിലെ സ്ത്രീകളുടെ ആത്മഹത്യാ ഭീഷണി സമരം. സ്ത്രീകൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴെയിറങ്ങിയത് ജില്ലാ കളക്ടറുമായി നടത്തിയ അനുരഞ്ജന ചർച്ചയെ തുടർന്ന്. ക്വാറികളുടെ പട്ടയം റദ്ദാക്കുന്നതിനുള്ള ഹിയറിംഗ് 8-ന് നടത്തുമെന്ന് കളക്ടർ. പട്ടിക്കാട് ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികരായ 2 കോളേജ് വിദ്യാർത്ഥികൾ മരിച്ചു. കേച്ചേരി സ്വദേശികളായ വിഷ്ണു, ദീപക് എന്നിവരാണ് മരിച്ചത്. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ ഉൾപ്പെടെ 4 പേർ പീഡിപ്പിച്ചതായി യുവതിയുടെ വെളിപ്പെടുത്തൽ. പരാതിപ്പെട്ടാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതിയും ഭർത്താവും. പേരാമംഗലം പോലീസ് പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നതെന്നും യുവതി. തുമ്പൂർ കൊച്ചിപ്പോൾ വധക്കേസിൽ പ്രതി കല്ലൂർ മാവിൻചൂട് സ്വദേശി ടോണിക്ക് 40 വർഷം കഠിന തടവ് 2 ലക്ഷം രൂപ പിഴയും. 40 വർഷത്തെ കഠിന തടവിൽ പ്രതിക്ക് ഇളവ് നൽകരുതെന്നും കോടതി. മുത്തൂറ്റ് ഫിനാൻസ് ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. ജീവനക്കാർക്കെതിരെയുള്ള പ്രതികാര നടപടികളിൽ പ്രതിഷേധിച്ച് CITVന്റെ പിന്തുണയോടെയാണ് പ്രക്ഷോഭം. മമ്മിയൂരിൽ വിദേശ വനിതയെ ബഹുനില ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മാണിക്യത്തുപടി ഹരിഹരന്റെ ഭാര്യ റുമേനിയ സ്വദേശിനിയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ആംബുലൻസുകളേറെയും കട്ടപ്പുറത്ത്. കുന്നംകുളത്തെ PWD ഓഫീസിന് മുന്നിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത് 3 റോഡ് റോളറുകൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ ലുക്കാസ്